Hi dear children, welcome to our English class. We are discussing the lesson going out for a walk. In the previous class we discussed that portion, and here the importance of walking. We are discussing the importance of walking, and according to the writer, he is having a different perspective or different viewpoint towards walking. So let us continue our lesson. Walking for walking's sake may be as highly laudable and exemplary a thing as it is held to be by those who practice it. Walking for walking's sake may be as highly as laudable. Laudable means deserving to be praised. അത് അർഹിക്കുന്നത്. And exemplary. Exemplary means providing a good example. A thing as it is held to be by those who practice it. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അതായത് വാക്കിംഗ് ഫോർ വാക്കിംഗ്സ് സേക്ക്, നടത്തം എന്നുള്ളത് അത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ നടന്നു പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നടക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ദാറ്റ് ഇസ് ദേ ഷുഡ് ബി ഹൈലി ലോഡബിൾ. അവർക്ക് അർഹമായിട്ടുള്ള പ്രശംസ, അതുപോലെ അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് അത്. ഇറ്റ് ഈസ് ടു ബി ഹെൽഡ് ബൈ ദോസ് ഹു പ്രാക്ടീസ് ഇറ്റ്. അത് പ്രാക്ടീസ് ചെയ്യുന്നവരെ പുകഴ്ത്തേണ്ട കാര്യമാണ്. മൈ ഒബ്ജെക്ഷൻ ടു ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. പക്ഷെ എൻ്റെ ഒരു ഒബ്ജെക്ഷൻ, ഞാൻ അതിനെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു അല്ലേ. ഈ റൈറ്റർക്ക് വാക്കിങ്ങിനെ കുറിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണുള്ളത്. ആ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് നടക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് എ ഗുഡ് എക്സസൈസ്, ബട്ട് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ നടത്തത്തിനുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഈസ് ഗിവിങ് an example also. Many a man has professed to me that his brain never works so well as when he is swinging along the high road or over hill and dale. Many a man means പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? has professed to me, എന്നോട് പറഞ്ഞിട്ടുണ്ട് that his brain never works so well. ബ്രെയിൻ ഒരിക്കലും നന്നായിട്ട് വർക്ക് ചെയ്യാറില്ല. എപ്പോ? when he is swinging along the high road, അതായത് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഹില്ലിലൂടെ പോകുന്ന സമയത്തോ വാലിയിലൂടെ, അതായത് നടക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പലരും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. This boast is not confirmed by my memory of anybody who on a Sunday morning has forced me to partake of his adventure. This boast is not confirmed by my memory of anybody who. പക്ഷേ ഈ ഒരു ബോസ്റ്റിംഗ് ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ്, അതെനിക്ക് ഉറപ്പില്ല. ബൈ മൈ മെമ്മറി ഓഫ് എനിബഡി ഹൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഹാസ് ഫോഴ്സ്ഡ് മീ ടു പാർട്ടേക്ക് ഹിസ് അഡ്വെഞ്ചർ ഓൺ എ സൺഡേ മോർണിംഗ്. ഒരു ദിവസം സൺഡേ മോർണിംഗിൽ ഹി ഹാസ് ഫോഴ്സ്ഡ് മീ ടു പാർട്ടേക്ക് ഓഫ് ഹിസ് അഡ്വെഞ്ചർ. പാർട്ടേക്ക് ഓഫ് ഹിസ് മീൻസ് ടേക്ക് പാർട്ട്, അതായത് അദ്ദേഹം നടക്കുന്നതിൻ്റെ കൂടെ എന്നെ കൂടെ നടക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. Experience teaches me that whatever a fellow guest may have of the power to instruct or to amuse when he is sitting on a chair or standing on a hearthrug quickly leaves him when he takes one out for a walk. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് നടന്നു കഴിഞ്ഞാൽ ബ്രെയിൻ വിൽ നോട്ട് വർക്ക്. അതിനൊരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. എക്സ്പീരിയൻസ് ടീച്ചസ് മീ ദാറ്റ് വാട്ട് എവർ എ ഫെല്ലോ ഗസ്റ്റ് മേ ഹാവ് ഓഫ് ദ പവർ ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ് വെൻ ഹി ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹർത്രഗ് മീൻസ് ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടാവും. ഫയർ പ്ലേസ് അത് നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയർ പ്ലേസ് ഉണ്ട്. ആ ഫയർ പ്ലേസിൻ്റെ അടുത്തുള്ള മാറ്റിനെയാണ് എന്ത് പറയുന്നത്? ഹർത്രഗ്. ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹർത്രഗ് ക്വിക്ലി ലീവ്സ് ഹിം വെൻ ഹി ടേക്സ് ഔട്ട്. ദാറ്റ് മീൻസ് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലാക്കുക. എക്സ്പീരിയൻസ് ടീച്ചസ് മീ ദാറ്റ് വാട്ട് എവർ എ ഫെല്ലോ ഗസ്റ്റ് മേ ഹാവ് ഓഫ് ദ പവർ, അതായത് വീട്ടിലിരിക്കുന്ന ഒരാൾ, അതാണ് ഇതിൻ്റെ മീനിങ്. വെൻ ഹി ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹെർത്രഗ്, ഇതിൻ്റെ അർത്ഥം വീട്ടിലിരിക്കുന്ന ഒരാൾ
മേ ഹാവ് ദ പവർ ഓഫ് ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ്. എന്തിനുള്ള പവർ ഉണ്ട്? അദ്ദേഹത്തിന് ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഹി ഹാവ് ദ എബിലിറ്റി ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ്. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താനും അതുപോലെ മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും ഉള്ള കഴിവ് വീട്ടിൽ ഇരിക്കുന്ന ഒരാൾക്കുണ്ട്. പക്ഷെ ഇതേ പേഴ്സൺ, ഈ സെയിം പേഴ്സൺ ക്വിക്ലി ലീവ്സ് ഹിം വെൻ ഹി ടേക്സ് വൺ ഔട്ട് ഫോർ എ വാക്ക്. ഈ പേഴ്സണെ ഒരാൾ പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു എബിലിറ്റി, അതായത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ളതും അതുപോലെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതിനുമായുള്ള എബിലിറ്റി അദ്ദേഹത്തിൽ നിന്നും നഷ്ടമാകും എന്നാണ് ഈ റൈറ്റർ പറയുന്നത്. ദി ഐഡിയാസ് ദാറ്റ് കെയിം സോ തിക്ക് ആൻഡ് ഫാസ്റ്റ് ടു ഹിം ഇൻ എനി റൂം, വേർ ആർ ദേ നൗ? ദി ഐഡിയാസ് ദാറ്റ് കെയിം സോ തിക്ക് ആൻഡ് ഫാസ്റ്റ് മീൻസ്, തിക്ക് ആൻഡ് ഫാസ്റ്റ് മീനിങ് ക്വിക്ക്ലി, വെരി ക്വിക്ക്ലി. അതായത് വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഐഡിയാസ്, ആ ഐഡിയാസ് അങ്ങനെ പെട്ടെന്ന് വരാനുള്ള ആ ഒരു കഴിവ്, വേർ ആർ ദേ നൗ, ഇപ്പോഴെവിടെ പോയി? അത് വീട്ടിലിരിക്കുന്ന ഒരാളുടെ ബ്രെയിൻ എത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആ സെയിം പേഴ്സൺ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു കഴിവ് എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഈസ് ദി എൻസൈക്ലോപീഡിക് നോളജ് വിച്ച് ഹി ബോർ സോ ലൈറ്റ്ലി? എൻസൈക്ലോപീഡിക് നോളജ് മീൻസ് സർവ്വവിജ്ഞാന കോശം. വീട്ടിലിരിക്കുന്ന സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ he is a walking encyclopedia which he bore so lightly. ഇപ്പൊ അതെവിടെ പോയി? Were the kindling fancy that played like summer lightning over any topic that was started? Were the kindling fancy means ജ്വലിക്കുന്ന ആ ഒരു ഇമാജിനേഷൻ, അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ആ ഒരു ഭാവന, that played like summer lightning over any topic that was started. ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാലും ജ്വലിക്കുന്ന ഭാവന ഉണരുന്ന ആ ഒരു മനസ്സ്, അത് എവിടെ പോയി? നടക്കുന്ന ഒരാളുടെ ആ ഒരു മനസ്സ് എവിടെ പോയി? The man's face that was so mobile is set now. Gone is the light from his fine eyes. The man's face that was so mobile. ഒരു മനുഷ്യന്റെ മുഖം, it was so mobile is set now. അതിപ്പോൾ നിശ്ചലമാവാണ്. Gone is the light from his fine eyes. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും പ്രകാശം നഷ്ടപ്പെടുന്നു. He says that that person is their host. അത് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥി, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയൻ. Is a thoroughly good fellow. So that host is a good fellow. 50 yards further on he adds that A. 50 yards മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആ എനെ കൂടെ കൂട്ടുകയാണ്. Is one of the best fellows he has ever met. കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. We tramp another furlong or so and he says that Mrs. A is a charming woman. അങ്ങനെ ഈ എനെ കൂടെ കൂട്ടിയിട്ട് കുറച്ചു ദൂരം അവർ നടന്നതിന് ശേഷം അവരുടെ കോൺവെർസേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. He says that Mrs. A is a charming woman. Mrs. A means wife of A. ഈ എ എന്ന് പറയുന്ന ഒരാള്, പേരില്ല, അയാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്ററാണ് എ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ചിട്ട് പറയാണ്, ഷീ ഈസ് എ ചാമിങ് ലേഡി. Presently he adds that she is one of the most charming women he has ever known. കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ് എൻ്റെ വൈഫ് എന്ന് അദ്ദേഹം പറയാണ്. We pass an inn. അങ്ങനെ ഒരു ഇന്ന് കടന്നു പോവാണ്. He reads rapidly aloud to me. അദ്ദേഹം വായിക്കുന്നു. The King's Arms, licensed to sell ales and spirit. എയിൽസും സ്പിരിറ്റും ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ആണ്, ലിക്വിഡ്. ആ ലിക്കറാണ് ആൽക്കഹോൾ. I foresee that during the rest of the walk he will read aloud any inscription that occurs. അപ്പോൾ അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു. അത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കോൺവെർസേഷനും അതുപോലെ എന്ത് ചെയ്യാണ്, നെയിം ബോർഡൊക്കെ വായിച്ചിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. സോ ഐ ഫോർസീ, എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റും, ദാറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ വാക്ക് ഹി വിൽ റീഡ് അലൗഡ് എനി ഇൻസ്ക്രിപ്ഷൻ. എല്ലാം അദ്ദേഹം വായിക്കും എന്ന് എനിക്ക് ഏകദേശം ഉറപ്പുണ്ട്. ദാറ്റ് occurs. We pass a milestone. അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ കടന്നു പോവാണ്. He points at it with his stick and says Axminster 11 miles. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ട് ആ മൈൽ സ്റ്റോണിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചിട്ടാണ് പോകുന്നത്. We turn a sharp corner at the foot of a hill. അങ്ങനെ ഒരു കോർണർ കടന്നു പോകുന്ന സമയത്ത് he points at the wall and says drive slowly. അപ്പോൾ വഴിയിൽ കാണുന്ന എല്ലാ ബോർഡുകളും വായിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. I see far ahead on the other side of the hedge bordering the high road a small notice board. അപ്പോൾ അദ്ദേഹം ഒരു നോട്ടീസ് ബോർഡ് കാണുകയാണ്. He sees it too. അദ്ദേഹവും അത് കണ്ടിട്ടുണ്ട്, അത് കൂടെ ഉള്ള ആളും അത് കണ്ടിട്ടുണ്ട്. He keeps his eye on it.
means he is watching that notice. And in due course, trespassers, he say, will be prosecuted. Poor man, mentally a wreck. Trespassers എന്ന് പറഞ്ഞാൽ അനുവാദമില്ലാതെ കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. പൂവർ മാൻ എ മെൻ്റലി എ റെക്ക്. മെൻ്റലി എ റെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക നില തെറ്റിയ ആളെന്നെ റെക്ക് എന്ന് പറയാം. മെൻ്റലി എ റെക്ക്, അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്. Luncheon at the AS, however, salves him and floats him in full sail. Luncheon means it is a formal usage for lunch. നമ്മൾ കഴിക്കുന്ന ലഞ്ച് അതിൻ്റെ ഒരു ഫോർമൽ യൂസേജ് ആണ് luncheon. Luncheon at the AS എന്ന് പറഞ്ഞാൽ ASന്റെ ഹൗസ്. A എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ വ്യക്തിയുടെ വീട്ടിൽ. However, salves him, comfort him and floats him in full sail. അദ്ദേഹത്തെ ഒരു ഫുൾ സ്പിരിറ്റിലേക്ക് കൊണ്ടുപോവാണ്. Behold him once more, the life and soul of the party. Behold means look him. Once more the life and soul of the party. അതായത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പഴയ പോലെ ആയി. Surely he will never after the bitter lesson of this morning go out for another walk. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മോർണിംഗിൽ ഉണ്ടായിട്ടുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസ് കാരണം അദ്ദേഹം ഒരിക്കലും ഇനി പുറത്തേക്ക് നടക്കാൻ പോവില്ല. An hour later, I see him striding forth with a new companion. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വേറൊരാളെ കൂട്ടിയിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. I watch him out of sight. അങ്ങനെ അദ്ദേഹം നടന്ന് ഇദ്ദേഹം നോക്കി നിന്നു. Now he is out of sight. കാഴ്ചയിൽ നിന്ന് മറയുന്നവരെ അദ്ദേഹം നോക്കുകയാണ്. I know what he is saying. എനിക്കിപ്പോൾ ഏകദേശം ഊഹിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം എന്തായിരിക്കും പറയുന്നുണ്ടാവുക. He is saying that I am rather a dull man to go for a walk with. ഞാനൊരു ഡള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്, അതായത് അത്ര ഒരു ബോറിംഗ് ആയിട്ടുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നടക്കാൻ പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം മറ്റൊരാളോട് പറയുന്നത് എനിക്ക് ഊഹിക്കാൻ പറ്റും. He will presently add that I am one of the dullest men he ever went for a walk with. അദ്ദേഹം നടക്കാൻ പോയിട്ടുള്ള ആളുകളിൽ വെച്ചിട്ട് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് അദ്ദേഹം തോന്നിയിട്ടുണ്ടാവും. Then he will devote himself to reading out the inscriptions. എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം റോഡ് സൈഡിൽ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ചിട്ട് അദ്ദേഹം അങ്ങനെ നടന്നു പോകും എന്ന് ഇദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ടുഡേസ് ക്ലാസ്. താങ്ക് യു ഓൾ.